ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മള് യാനുവിന് വേണ്ടിയിട്ട് ഒരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പർച്ചേസിങ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഇന്നല്ല കേട്ടോ, നമ്മൾ പർച്ചേസ് ചെയ്തത് ഫ്യൂ ഡേയ്സ് ബാക്ക് ആണ്. അപ്പൊ അന്ന് നമുക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇപ്പൊ ഇൻട്രോ എടുക്കുകയാണ്. അതെ, അപ്പൊ എല്ലാവർക്കും ഉള്ളൊരു ഇതായിരിക്കും, ഇത്രയും ചെറിയൊരു കുട്ടിക്ക് പെട്ടെന്നൊരു കാറ് വേണോ, ഒരു 1 year ഒക്കെ ആയിട്ട് പോരെ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് അവൻ ശരിക്കും പറഞ്ഞാൽ എന്താ, അവൻ ഉണ്ട് എന്ന് അറിഞ്ഞ ഒരു ടൈം മുതൽ തന്നെ നമ്മൾ ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, അത് വാങ്ങണം ഇത് വാങ്ങണം അങ്ങനെയൊക്കെ. അതില് നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സാധനം തന്നെയാണ് കാറ്, ഒരു ഇലക്ട്രിക് അവന് ഇരുന്ന് ഓടിക്കാൻ പറ്റുന്ന ഒരു കാർ വാങ്ങിക്കണം എന്നുള്ളത് നമ്മൾ അവൻ ജനിക്കുന്നതിന് മുന്നേ അവൻ ഉണ്ടെന്ന് അറിഞ്ഞ സമയം മുതലേ തന്നെ നമ്മുടെ ഒരു പ്ലാനിങ്ങിലുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പൊ ഇപ്പൊ 7 months ആയപ്പോ അവനൊന്ന് ഇരിക്കാം എന്നുള്ള, അതായത് സെൽഫായിട്ട് അവന് പിടിച്ചിരിക്കാം എന്നുള്ള ഒരു ഇതെത്തി. അവന് വണ്ടികളോടുള്ള ഇഷ്ടം കാണിക്കാനും തുടങ്ങി. ഇപ്പൊ ലൈക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും വണ്ടികളോടുള്ള ഇഷ്ടം കാണിക്കാൻ തുടങ്ങി, വണ്ടി ഓടിക്കാനൊക്കെ ഉള്ള ഇഷ്ടം കാണിക്കാൻ തുടങ്ങി. ഡയറക്റ്റ് ഒരു ദിവസം കുട്ടി കാറ് എന്നുള്ളൊരു ഇത് കാണിക്കണതല്ല കേട്ടോ. നമുക്ക് അതിനോടൊരു ക്രേസ് ഉണ്ട്. പേട്ടനാണെങ്കിലും വളരെ ചെറിയ ഏജ് മുതൽ തന്നെ ഭയങ്കരമായിട്ട് കാർ ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ എന്ത് ചോദിച്ചാൽ യൂഷ്വലി ആ ഒരു ക്രേസ് നമ്മുടെ കുട്ടികളിലേക്കും പകർന്നു കൊടുക്കും. ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ നമ്മള് എന്താ അവനെയും കൂടെ ഇരുത്തി ഓടിക്കുക, അതൊക്കെ നമ്മുടെ കൗതുകം കൊണ്ടാണ്. അതൊന്നും അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞങ്ങൾ പറയല്ല. അപ്പൊ അവന് പിന്നെ അതൊരു ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. പിന്നെ അവന് ചെറിയൊരു ടോയ് കാറുണ്ട്, അതിലിപ്പോ അവൻ ഇരിക്കാൻ തുടങ്ങിയപ്പോ സെൽഫായിട്ട് തന്നെ അവനത് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയപ്പോ അതിലും കുറച്ചും കൂടി സേഫ് ആണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത്. സീറ്റ് ബെൽറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ചുറ്റും കവേർഡ് ആണ്. അവന് ഇരിക്കാൻ പ്രോപ്പർ ആയിട്ടുള്ള തന്നെ ഒരു കാർ സീറ്റ് പോലെ തന്നെ ഒരു സീറ്റും ഒക്കെ ഉള്ള ഒരു വെഹിക്കിൾ തന്നെയാണല്ലോ. അപ്പൊ അങ്ങനത്തെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ഇനി അതിന്റെ നമ്മളതിനെ ഡയറക്റ്റ് ഒരു ബോക്സ് പാക്കിംഗ് ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെ, ഫുള്ളി അസംബിൾഡ് ആയിട്ടുള്ള ഒരു വണ്ടി ആയിട്ടല്ല നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ അവിടെ അസംബിൾഡ് ആയിട്ടുള്ള ഒരു മോഡൽ കണ്ടു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിന്റെ പാക്കേജ് ആയിട്ട് വരുന്ന ബോക്സ് ആണ് നമ്മൾ വാങ്ങിച്ചത്. എന്നിട്ട് നമ്മൾ അസംബിൾ ചെയ്യുന്ന ടൈപ്പിലുള്ള ഇതാണ് വാങ്ങിച്ചത്. അവർ അസംബിൾ ചെയ്ത് തരും കേട്ടോ, ഷോപ്പുകാരെ അസംബിൾ ചെയ്ത് തരും. ബട്ട് എനിക്ക് പേഴ്സണലി അത് അസംബിൾ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണം നമ്മൾ ബോക്സോടുകൂടെ തന്നാൽ മതി, നമ്മൾ തന്നെ അത് അസംബിൾ ചെയ്ത് വണ്ടിയാക്കിക്കോളാം എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു അസംബ്ലിംഗ് വീഡിയോ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല, ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട്, സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ ഇതിന്റെ തന്നെ ഒരു അപ്ഡേറ്റ് എന്നുള്ള നിലയ്ക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു കാറ് പർച്ചേസ് ചെയ്തത് സേലത്തുള്ള SM ടോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. അത് നമ്മൾ റാൻഡം ആയിട്ട് ഇൻസ്റ്റഗ്രാം സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു പേജ് കണ്ടു. ശരി, നമ്മൾ ഒരു ദിവസം സേലത്ത് പോകുമ്പോൾ ഒന്ന് കേറി നോക്കാം എന്നുള്ള പ്ലാനിൽ പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഓൺ ദ സ്പോട്ട് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ച് പോയതല്ല, നമ്മൾ പോയി ജസ്റ്റ് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. നമുക്ക് ആ മോഡൽ അത്ര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു. പിന്നെ കാർ ഏതാനും നമ്മൾ ഈ ഒരു വീഡിയോയിൽ റിവീൽ ചെയ്യുന്നില്ല, അത് നമ്മളൊരു ചെറിയ അതിന്റെ ഒരു ആ കാറിന്റെ റിവീൽ വീഡിയോ ആയിട്ട് തന്നെ നമ്മള് നമ്മുടെ ഒരു ഷോർട്സ് ആയിട്ട് വരുന്നുണ്ട്. അതെ, നമ്മളത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനെ വെച്ചിട്ട് ഞങ്ങളുടെ വർക്കും കാര്യങ്ങളും എല്ലാം കൂടി മാനേജ് ചെയ്ത് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കാണാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഡിലേ ആവുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് ഒരു ഇൻട്രോ തരാൻ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഒരു പർച്ചേസിങ് വീഡിയോ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളിതാ SM ടോയ്സിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. ഞങ്ങൾ അവനുള്ള കാറ് നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് വന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളല്ലാതെ ഇവിടെ ബൈക്കുകളും അവൈലബിൾ ആണ്. അപ്പം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടല്ലേ അൺബോക്സ് ചെയ്യുന്നതും ഏതാണ് മോഡൽ എന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇപ്പൊ എന്തായാലും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മോഡലുകൾ ഇത് ഡിസ്പ്ലേക്ക് വെച്ചതാണ്. നമ്മളിതിന്റെ ബോക്സ് പാക്കിംഗ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഞാനും വണ്ടിയായിട്ടുള്ളൊരു ഗ്രാൻഡ് വീഡിയോ വരുന്നുണ്ട്.
അപ്പോൾ ഞാൻ വേണമെങ്കിൽ വേറെ വണ്ടികളുടെ ക്ലോസ് ഷോട്ട്സും കൂടി ഞാൻ കാണിച്ചു തരാം. പ്രൈസും കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. അതെ എപ്പോഴും അത് ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളിപ്പോ പറയുന്നതൊന്നും ആവില്ല നിങ്ങൾ വരുന്ന സമയത്തുള്ളത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതാവും നല്ലത്. ഞാനൊരു ഗ്ലാൻസ് ആയിട്ട് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് ഇവരുടെ അടുത്തുള്ള കളക്ഷൻസ്, മോഡൽസ്. എല്ലാത്തിൻ്റെയും ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഇങ്ങോട്ട് വേണമെങ്കിലും ഇവർ കൊറിയർ സർവീസും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കാർ പർച്ചേസ് ചെയ്ത വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു കാറിന്റെ ലോഞ്ചും അതേപോലെ തന്നെ ഈ ഒരു കാർ അസംബിൾ ചെയ്യുന്ന വീഡിയോയും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഹൈപ്പ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഹൈപ്പും ചെയ്യുക ഈ വീഡിയോയെ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാവുന്നതാണ്. സോ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.